ഗുഡ് മോർണിംഗ്. കുറച്ച് നാളായിട്ട് എൻ്റെ പ്രഭാതങ്ങളെല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു വ്യൂ കണ്ടുകൊണ്ടാണ് കേട്ടോ. ദാറ്റ് മീൻസ് വീട്ടിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കാണുന്ന വ്യൂ അല്ല അത്, ഞാൻ മോർണിംഗ് വാക്കിന് പോകുമ്പോൾ കാണുന്നതാണ്. ഭയങ്കര ഭംഗിയുള്ള ഒരു ലൊക്കേഷൻ കിട്ടിയതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് മോർണിംഗ് വാക്ക്സ് മിക്സ് ചെയ്യാൻ തോന്നാറില്ല. അതിൻ്റെ പഴയ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്ര നല്ല കാഴ്ചകളൊക്കെ കണ്ടു പോകുന്നതുകൊണ്ട് തന്നെ ഒരിക്കലും മടുക്കാത്ത ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മോർണിംഗ് വാക്ക്. ഈ ഒരു കാഴ്ചകളൊക്കെ ഞാൻ എൻ്റെ പ്രഭാത നടത്തത്തിനിടയിൽ ഷൂട്ട് ചെയ്ത വീഡിയോസാണ് കേട്ടോ. ഇത്രയും ഭംഗിയുള്ള കാഴ്ചകളായതുകൊണ്ട് ഞാനിതെല്ലാം വീഡിയോയിൽ ആഡ് ചെയ്യുന്നതാണ്. നടക്കാൻ പോകുമ്പോൾ മിക്ക ദിവസങ്ങളിലും ഞാൻ കാണാറുള്ളതാണ് ഈ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ കേട്ടോ. ലൈക്ക് ഇതൊരു സൂര്യകാന്തി പൂ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ശരിക്കും സൂര്യകാന്തി അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാണ് തോന്നുന്നത് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് ദിവസമായി നോട്ടം ഇട്ട് വെച്ചേക്കുന്നു. ഇന്ന് പയ്യെ ഞാൻ അവനെ അങ്ങ് പറിച്ചെടുത്തു. ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാനുള്ളത് കൊണ്ട് മോർണിംഗ് വാക്കിൻ്റെ വഴി ജംഗ്ഷനിലേക്കും കൂടി ഒന്ന് വന്നിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വേറെ ഒരു കാഴ്ചയും കൂടി കിട്ടി. എന്താ പയ്യെ അറ്റത്ത് നോക്കിയാൽ മനസ്സിലാവും, ഒരു കൊമ്പൻ വരുന്നുണ്ട്. ഇതെൻ്റെ കിച്ചണിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം ഇവിടെയും വായി നോക്കിയിരുന്നതിന് ശേഷമാണ് വർക്കൊക്കെ തുടങ്ങാറുള്ളത്. ഈ വ്ലോഗിൽ ഞാൻ കവർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് എൻ്റെ 6 AM to 6 PM വരെയുള്ള ഡെയിലി റുട്ടീൻ എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഒരു മിനി വ്ലോഗ് എന്നൊക്കെ പറയാൻ പറ്റുമായിരിക്കും. അത്യാവശ്യം കുറേ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു അൽക്കൊലത്ത് വ്ലോഗാണ് കേട്ടോ. ആസ് യൂഷ്വൽ ഒരു ഡിറ്റോക്സിഫിക്കേഷൻ ഡ്രിങ്കിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാൻ മുൻപുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, കുറേ വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു ശീലമാണ്. ഇടയ്ക്കൊക്കെ മുടങ്ങിപ്പോവാറുണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും ബാക്ക് ടു നോർമൽ വീണ്ടും അത് കണക്റ്റായി വരാറുണ്ട്. ഇന്ന് ഞാൻ ഹോട്ട് വാട്ടർ പ്ലസ് ലെമൺ ജ്യൂസ് മിക്സ് ചെയ്തിട്ടുള്ള ഡയറ്റ് എടുക്കുന്നവരുടെ ആസ്ഥാന പാനീയമായിട്ടുള്ള സ്ഥിരം ഡയറ്റിൻ്റെ പാർട്ടായിട്ട് നമ്മൾ കാണാറുള്ള ആ ഒരു ഡ്രിങ്കാണ് കുടിക്കുന്നത്.
7 മണി വരെ ആടിപ്പാടിയൊക്കെ നിന്നതിന് ശേഷം പയ്യെ കിച്ചണിലെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് മോർണിംഗ് ചിക്കൻ കറിയും ദോശയുമാണ് കൊടുക്കാമെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ചെയ്യുന്നത് വേറൊന്നുമല്ല. ലെന്നിന് പോകാനുള്ളത്, ലെന്നിൻ്റെ മൂത്ത മോന് ലെന്നിന് പോകാനുള്ളത് 8 മണിക്കാണ്. അവനിപ്പം ചിക്കൻ ഫ്രൈ ഉണ്ട് കൊണ്ടുപോകാൻ. അവൻ അത് മാത്രം മതി. ചിക്കൻ കറിയിനോട് വലിയ താല്പര്യമില്ല. ഫ്രൈ ആണെങ്കിൽ വേറെ ഗ്രേവി പോലും വേണ്ട ആൾക്ക്. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഈ ഒരു ചിക്കൻ കറിയും കൂടി രാവിലത്തേക്ക് പ്രിപ്പയർ ചെയ്യാമെന്ന് വെച്ചു. So let's restart the cooking. ആകാശം കുറച്ച് ക്ലൗഡി ആയിട്ടൊക്കെ തോന്നുന്നുണ്ട്. മഴ വരുമല്ലോ എന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ തന്നെ മഴ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇത് നല്ലൊരു ഫീലാണ്. എല്ലാവരും വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് നമ്മൾ മാത്രമുള്ള സമയത്ത് ഒരു ചെറിയ മഴയൊക്കെ കിട്ടുന്നത്.
ഇറ്റ്സ് ലഞ്ച് ടൈം. പ്രത്യേകിച്ച് ഇനി സ്പെഷ്യൽസ് ഒന്നുമില്ല. രാവിലെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് ആ ചിക്കൻ കറിയും ചോറും പിന്നെ കൂട്ടിൻ്റെ കുറച്ച് കുക്കുംബറൊക്കെ കൂടി ആഡ് ചെയ്തിട്ടുള്ളൊരു സിമ്പിൾ ലഞ്ച് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് പുറത്തു പോകാനുണ്ട്. ജോലി സംബന്ധമായിട്ടുള്ള 1-2 മീറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഹിച്ചായനെ മീറ്റ് ചെയ്യാൻ പറ്റും. തിരിച്ചു വരുമ്പോൾ രണ്ടുപേരും ഒരുമിച്ച് വരാമെന്നൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. നേരത്തെ പ്ലാൻ ചെയ്ത പോലെ തന്നെ തിരിച്ചു വന്നപ്പോൾ ഇച്ചാനും ഞാൻ ഒരുമിച്ചാണ് പോകുന്നത് കേട്ടോ. 6:30 ആയപ്പോൾ ഫ്ലാറ്റിലെത്തിയപ്പോൾ എന്നെ കാത്തിരുന്നൊരു കാഴ്ചയുണ്ട്. നോക്കി, എന്ത് ഭംഗിയുള്ളൊരു വ്യൂ ആയിരുന്നു അറിയാമോ. ഒരു സൂപ്പർ എസ്തെറ്റിക് കൂൾ എന്തോ റെഡിഷ് ആയിട്ടുള്ള ആകാശം കണ്ടിട്ട് ഐ വാസ് സോ ഹാപ്പി. കുറേ നേരം അങ്ങനെ തന്നെ നിന്ന് കേട്ടോ നമ്മൾ ആ ഒരു വ്യൂ കഴിയുന്നത് വരെ. എൻ്റെ വീഡിയോയുടെ വൈൻഡിങ് അപ്പ് സെഷനാണിത്. വൈൻഡിങ് അപ്പിന് ഇത്രയും നല്ലൊരു കാഴ്ച തന്നെ എനിക്ക് കാണിക്കാനുള്ളത്. സൂപ്പർ അല്ലേ? എനിക്കിഷ്ടപ്പെട്ട പോലെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു ഈ വ്യൂ എന്ന് ഞാൻ വിചാരിക്കുന്നു, ഒപ്പം ഈ വീഡിയോയും. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന അനുസരിച്ചിട്ടായിരിക്കും എൻ്റെ നെക്സ്റ്റ് വീഡിയോസിൻ്റെ വരവൊക്കെ. സോ വെയിറ്റിംഗ് ഫോർ യുവർ കമൻറ്റ്സ്. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.